നമ്മള് ഇപ്പൊ എത്തി നിൽക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേലത്താണ്. സേലത്ത് ഞങ്ങള് സേലത്ത് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ സേലം ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബസ് കിട്ടും. അവിടെ ടാക്സി ഉണ്ട്. ടാക്സി ഭയങ്കര കത്തിയായിട്ടേക്ക് തോന്നി. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടും. അവിടുന്ന് നേരെ നമ്മള് സേലത്തേക്ക് ബസ് കയറും. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ സേലത്തേക്ക്. സേലത്തേക്ക് ബസ്സിന് ഏകദേശം അവിടെ ബസ്സിന് ഭയങ്കര റേറ്റ് കുറവട്ടെ ഇവിടുത്തെ അപേക്ഷിച്ച്. അവിടെ മിനിമം ചാർജ് 5 രൂപയുള്ളൂ. അപ്പൊ സേലത്തേക്ക് എത്ര 10 രൂപ ഉണ്ട് ഒരാൾക്കായിട്ടുള്ളൂ. അങ്ങോട്ട് സേലത്തേക്ക് ഞങ്ങള് ബസ്സിനെത്തി. സേലത്ത് ഒരു റൂം എടുത്ത് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ റൂമിന്റെ തൊട്ടന്നെ ബസ് സ്റ്റാൻഡ് കേട്ടോ, സേലം ബസ് സ്റ്റാൻഡ്. വലിയ ബസ് സ്റ്റാൻഡ് അത്. അവിടേക്ക് എല്ലാ ബസ്സും അവിടെ നിന്നാണ് പോണത്. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ഇയർഗാർഡ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. അതാണ് മെയിൻ അട്രാക്ഷൻ, സേലത്തിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇയർഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വയനാട് പോലെയാണ്. അതായത് ഒരു ഹെയർ പിന്നൊക്കെ കയറി മേലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറെ ലേക്കും കാര്യങ്ങളും അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം തന്നെ ഇയർഗാർഡ്. അപ്പൊ ഞങ്ങള് നേരെ രാവിലെ ഇവിടുന്ന് ബസ് കയറി. ബസ്സിന് ഒരാൾക്ക് 25 രൂപയാണ് സേലത്ത് നിന്ന് ഇയർഗാർഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി കയറി. ഫുള്ള് ചൊരാട്ടോ. ഹെയർ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ സേലത്ത് നല്ല ചൂടും അതുപോലെ ഇയർഗാർഡ് നല്ല കൊട്ടും തണുപ്പാട്ടാണ്. സെറ്ററൊക്കെ ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പൊ ഈ ചുരം കയറി തുടങ്ങുമ്പോ തന്നെ ഈ തണുപ്പ് ഇങ്ങനെ വന്നു തുടങ്ങി. നമുക്ക് ഫുള്ള് താഴെ ഫുള്ള് കോടമഞ്ഞായിട്ട് അങ്ങനെ കാണും നമ്മള്. അങ്ങനെ ഇയർഗാർഡ് എത്തി. ഏറ്റവും മേലെ എത്തിയപ്പോ ഫസ്റ്റ് തന്നെ ലേക്ക് അതുപോലെ അതിൽ ബോട്ടിങ്. ഒരാൾക്ക് 50 രൂപയൊക്കെ ഉള്ളു ലേക്ക് ബോട്ടിങ്ങിന്. അങ്ങനെ ഈ ലേക്ക് കണ്ട് അവിടുന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ബോട്ടിങ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മേലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ റോസ് ഗാർഡൻ ഉണ്ട്. 2 ഗാർഡൻ ഉണ്ട്. 2 ഗാർഡനിലും കയറാനായിട്ട് 20 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരിക. ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. വലിയ ഗാർഡനാണ്. വലിയ പൈൻ മരങ്ങളും ഫുള്ള് വലിയ മരങ്ങളും ചെറിയ ചെടികളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള 2 ഗാർഡനുകളാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നമുക്കൊരു ഓട്ടോയിലൊരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലേഡീസ് സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ലേഡീസ് സീറ്റ് അവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളും വ്യൂ പോയിന്റ് അവിടെ നിന്ന് കുറച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ജെൻ സീറ്റ് ഉണ്ട്. ജെൻ സീറ്റ് കുറച്ചും കൂടി മേലേക്ക് പോയി ജെൻ സീറ്റ് ഉണ്ട്. അതൊരു വ്യൂ പോയിന്റ് ആണ് അവിടുത്തെ. അവിടുന്ന് നല്ല വ്യൂ ആട്ടോ. എത്രയോ അടി താഴ്ചയിലാണ് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിൽ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു തണുപ്പുള്ള സ്ഥലം കിട്ടില്ല അങ്ങനെയൊന്നും വിചാരിച്ചില്ല. കാരണം സേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ചൂടാണല്ലോ അവിടെ. അപ്പൊ ഇയർഗാർഡ് അടിപൊളി യാത്രയായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഞങ്ങളിതൊക്കെ കണ്ടിട്ട് വൈകിട്ടൊരു 6 മണിയാകുമ്പോ ചുരം ഇറങ്ങി. ബസ് ഉണ്ട് അവിടുന്ന് നേരെ സേലത്തേക്ക് ബസ് ഉണ്ട്. നേരെ സേലത്തേക്ക് വന്ന് അവിടുന്ന് സേലത്ത് നിന്ന് നേരെ ട്രെയിൻ ഇവിടെ കുറ്റിപ്പുറത്തേക്കാണ് ട്രെയിൻ കിട്ടിയത്. അപ്പോ നേരെ ട്രെയിനില് കുറ്റിപ്പുറത്തെത്തി. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പൊ എല്ലാവരും കയറി കണ്ടോളൂ. ഓക്കെ ബൈ.